അറിവുണ്ടാകണം, അത് അമലാക്കി മാറ്റണം, അത് ദഅവത്ത് നടത്തണം, ദീന് ഖിദ്മത്ത് ചെയ്യണം. ഇതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ദീന് പഠിക്കേണ്ടത്. അതാണ് അൽ ഇഖ്ലാസു ലില്ലാഹ് എന്ന് പറയുന്നത്. വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. എന്തിനാ പഠിച്ചത്? അള്ളാഹ്ക്ക് വേണ്ടി, വേറെ ഒന്നുമില്ല. ഈ പഠിച്ചുകൊണ്ട് എന്ത് കിട്ടും വെച്ചാൽ പരലോകത്ത് കൂലി കിട്ടും, നമ്മുടെ അഖീദ ശരിയായി കിട്ടും, എൻ്റെ അമലുകൾ ശരിയായി കിട്ടും, എനിക്കത് പ്രകാരം ശരിയായ വിശ്വാസിയായി ജീവിക്കാൻ കഴിയും. ഞാനുമായി ബന്ധപ്പെടുന്ന പരിസരങ്ങളിൽ വല്ലതുമൊക്കെ പകർന്നു കൊടുക്കാൻ പറ്റിയാൽ അൽഹംദുലില്ലാഹ് അതൊരു ഇരട്ടി ലാഭവുമാണ്. ഇതായിരിക്കാം ദീന് പഠിക്കാൻ മുന്നോട്ട് വരുമ്പോഴുള്ള അസ്ല് ഉദ്ദേശം. പക്ഷേ ഈ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഇഖ്ലാസ് ഉണ്ടാവുകയില്ല. നമ്മൾ കുറച്ചൊക്കെ പഠിച്ചപ്പോഴേക്കും തോന്നും ഞാൻ ഉഷാറാണ്, തിരക്കിടില്ല, മറ്റുള്ള പലർക്കുമൊന്നും വിവരമില്ല. നമ്മളൊക്കെ അത്യാവശ്യമൊക്കെ കുറേ ക്ലാസ് കേട്ടു, കുറേ പുസ്തകം കേട്ടു, ഹുസൈൻ സലഫിനെ കുറേ വഴുത് കേട്ടു, അതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ ഒരു വിവരമുണ്ടായി. നമ്മൾ നാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെടുന്ന പലർക്കും ഇതൊന്നും അറിയില്ല. അത് നമ്മളെക്കുറിച്ച് ഉഷാറാണ് എന്ന് തോന്നൽ വരും. തർക്കിക്കാൻ വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ടാവും, തർക്കിക്കാൻ, ഉത്തരം മുട്ടിക്കാൻ. പ്രത്യേകിച്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്ന ചർച്ചകൾ അങ്ങനെയാണ്. അവിടെ പലപ്പോഴും നമ്മളെ ശഹ്വത്ത് തീർക്കാനാണ് ചർച്ച എടുക്കുക. മറ്റൊരു വോയിസ് ഇടും, അപ്പോൾ അതിന് വലിയ വോയിസ് അങ്ങോട്ട് ഇടും, പിന്നെ അതിന് വാശിയായി അതിന് വേണ്ടിയാണ് പിന്നെ ഓന് അന്വേഷിച്ചെടുക്കുക. ഇതിന് ഹദീസുണ്ടോ ആയത്തുണ്ടോ അന്വേഷിക്കൽ ഓന് മറുപടി എടുക്കാൻ വേണ്ടിയാണ്, അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടിയല്ല. അതല്ല യഥാർത്ഥത്തിൽ അൽ ഇഖ്ലാസു ലില്ലാഹ്. പടച്ച റബ്ബിന് വേണ്ടി മാത്രം ആകണം ദീന് പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മളെന്തിനാണ് പഠിക്കുക വെച്ചാൽ നമുക്ക് വേണ്ടിയാണ്. ക്ലാസ് എടുക്കാൻ വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല, ഖുതുബ നടത്താൻ വേണ്ടിയല്ല പഠിക്കണം. അപ്പോൾ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു നടപ്പതാണ്. നമ്മളൊക്കെ ആകെ വായിക്കൽ ഒരു പ്രോഗ്രാം ഏറ്റാൽ അതിന് റെഫർ ചെയ്യാൻ വേണ്ടി വായിക്കും, ഒരു ഖുതുബ ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാൻ വേണ്ടി വായിക്കും. അല്ലാതെ നമുക്ക് ഇൽമുണ്ടാകാൻ വേണ്ടി വായിക്കുക എന്നുള്ളത് പൊതുവേ ഇല്ല. വെറുതെ കിതാബ് എടുത്ത് വായിക്കുക എന്തിനാണ്? ഇൽമുണ്ടാകാൻ വേണ്ടി, നമ്മുടെ അഖീദ ശരിയാകാൻ വേണ്ടി, നമുക്ക് ആ വിഷയത്തിൽ ധാരണ വേണ്ടി, അതില്ല. എല്ലാവരും വായിക്കുന്ന ക്ലാസ് ഉണ്ട്, നോക്കിയിട്ടില്ല, അവസ്ഥ നോക്കണം. എന്നിട്ട് ഖുതുബ ഉണ്ട്, അത് നോക്കണം. അല്ലെങ്കിൽ അവിടെ കോളേജിൽ പഠിപ്പിക്കാൻ പോകാനുണ്ട്, റെഫർ ചെയ്യണം. അത് വേണ്ടെന്നല്ല, പക്ഷെ അതിനു വേണ്ടി അല്ല നമ്മൾ പഠിക്കേണ്ടത്. അതിനുവേണ്ടി ആണെങ്കിൽ നേരത്തെ ഇവിടെ ഷമാസിലേക്ക് സൂചിപ്പിച്ച പോലെയുള്ള ത്യാഗങ്ങളൊന്നും മുൻഗാമികൾ ചെയ്യേണ്ട കാര്യമില്ല. അവർക്കതുകൊണ്ട് ജോലി ഇട്ടിട്ടില്ല, ഉള്ള ജോലി പോയിട്ടേ ഉള്ളൂ. ഇമാം ബുഖാരിക്കും ഇമാം അഹമ്മദിനൊക്കെ അന്ന് അങ്ങനെയൊക്കെ പഠിച്ചതുകൊണ്ട് ആ ഗവൺമെൻറ് ഒരു അംഗീകാരം കൊടുത്തിട്ടില്ല, പിടിച്ചുകൊണ്ട് ജയിലിടുക ചെയ്തത്, അല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പഠിച്ചതൊന്നും ദുന്യവിയായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ക്ലാസ് കളിക്കുകയായാലും അതേപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയായാലും ഒക്കെ അതിൻ്റെ അസ്ല് ഇഖ്ലാസ് ആയിരിക്കും. പക്ഷെ മാനുഷികമായ പോരായ്മകൾ ഉണ്ടാകും. ഇമാം അഹമ്മദ് പറഞ്ഞു, ഞങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല, പക്ഷെ പഠിച്ച് വന്നപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവൽ നിർബന്ധമായി മാറി. തുടങ്ങുമ്പോൾ ഇഖ്ലാസ് ഇല്ല, പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവൽ നിർബന്ധമായി മാറി.